നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയുടെ തലക്കെട്ടിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ പുതിയതായി വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പിൽ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലേക്ക് കയറാവുന്നതാണ്. നമ്മുടെ പുതിയതാണ്, കുറച്ച് ദിവസമേ, ഏതാനും 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ മറ്റു വിശദാംശങ്ങളും അതുപോലെ ഡിസ്കൗണ്ടും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ പറയുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ലവ് റീഡിങ് ചെയ്യുന്നുണ്ട്. പ്രണയ വായന എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് റീഡിംഗ് ആയിരിക്കും. അപ്പോൾ അതും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വാട്സപ്പ് ചാനലിലായിരിക്കും. അപ്പോൾ അതിൽ ചേർന്നിരിക്കുന്ന അംഗങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ആളുകൾക്ക് അതിലേക്ക് ചേരേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ പുതിയ വാട്സപ്പ് ചാനലാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് മാസങ്ങളായി. എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ അറിയില്ലായിരുന്നു. അതിനാലാണ് ഇത്രയും കാലം ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച് പറയാതിരുന്നത്. അപ്പോൾ അതും ഒരു 4-5 മാസത്തോളമായി തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് തൊട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും കാണാവുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ. അതുപോലെ അതിലിടുന്ന വീഡിയോസും റീൽസും പോസ്റ്റും എല്ലാം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് എത്തി നോക്കാം. നിങ്ങൾ എന്ന വെളിച്ചത്തെ വേണ്ട എന്ന് വെച്ച് ഈ വ്യക്തി ഇരുട്ടിലേക്ക് പോയി. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ശബ്ദമെങ്കിലും കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. ഇതാണ് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കൊടുത്ത തിരിച്ചടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് അകലത്തിലാണ്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരെ അങ്ങോട്ട് യോജിപ്പില്ല എന്നിങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം റീസണേറ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. അല്ലാത്തത് വിട്ടുകളയാനായി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ വളരെ നല്ല രീതിയിലുള്ള വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഈ വ്യക്തി സ്വയം വരുത്തി വെച്ച വിനയായിട്ടാണ് കാണപ്പെടുന്നത്. നല്ല രീതിയിൽ, അതായത് പ്രണയത്തിന് പ്രണയം, സന്തോഷത്തിന് സന്തോഷം, സാമ്പത്തികത്തിന് സാമ്പത്തികം, പ്രശസ്തിക്ക് പ്രശസ്തി, അങ്ങനെ എല്ലാത്തിനും ഒന്നിനും ഒരു കുറവില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ പേഴ്സൺ. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള തെറ്റുകൾ ജീവിതത്തിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത്രയും സ്നേഹവും അതുപോലെ അത്രത്തോളം മാനസികപരമായിട്ടുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാണ്. പക്ഷേ പോസിറ്റീവ് എനർജി എവിടെയുണ്ടോ അവിടെയും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ഇവിടെയും ഒരു വില്ലൻ കഥാപാത്രമായി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. വളരെ സന്തോഷിച്ചും അഭിമാനപൂർവ്വം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിൽ വിജയങ്ങൾ മാത്രം കൈവരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ ദുഃഖവും വിഷമവും അതുപോലെ തന്നെ ഭയവും ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സന്തോഷപൂർവമല്ല ഈ വ്യക്തി ചിന്തിക്കുന്നത്, പകരം ദുഃഖപൂർണമായിട്ടും പശ്ചാത്താപത്തോടെയുമാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
കാരണം നിങ്ങൾ എത്രമാത്രം പ്രാധാന്യപ്പെട്ടതായിരുന്നു, നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഐശ്വര്യമുള്ളതായിരുന്നു, നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം ഈ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ഈ വ്യക്തി നിങ്ങളുമൊത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിനെ കൂടുതൽ കുഴപ്പിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടെ നേർക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കണം, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടായിരിക്കണം നിങ്ങൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും അത്രയും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ മറ്റു പലവരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് അത് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഇവിടെ വേറെ മറ്റു പലവരുടെയും വ്യക്തികളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ എല്ലാം വാക്ക് കേട്ടുകൊണ്ട് തന്നെ ഈ വ്യക്തി അത്രയും അധികം നിങ്ങളെ തരം താഴ്ത്തി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ വ്യക്തിയെ ഉപദേശിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അതൊന്നും കൂട്ടാക്കാതെ പല രീതിയിലുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതായിട്ട് നമുക്കിവിടെ കാണാം. ഇത് മറ്റു പലവരെയും സന്തോഷിപ്പിക്കാനും മറ്റു പലവരെയും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്, ഒരു നിമിഷം നിങ്ങളോടുള്ള ആത്മാർത്ഥത ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊരു മനുഷ്യനും തെറ്റുപറ്റാം എന്ന് പറയുന്നത് പോലെ അതേ പ്രയോഗമാണ്, അല്ലെങ്കിൽ അതേ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അത്രയും വാക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു നാളും കൈവിടില്ല, അല്ലെങ്കിൽ ഒരു നാളും നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ള ഈ വ്യക്തിയുടെ വാക്ക്, അത് ഈ വ്യക്തി തെറ്റിച്ചു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ നല്ലൊരു കല്യാണാലോചനയോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ പ്രഗത്ഭയായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കുറച്ചും കൂടി ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന ആരെയൊക്കെയോ ഈ വ്യക്തി കണ്ടുമുട്ടിയപ്പോൾ ഈ വ്യക്തിയെ തന്നെ സ്വയം മറന്നു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും എനർജി മാത്രമല്ല, മറ്റു പലവരുടെയും ഊർജം നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ ഒരു ഒറ്റപ്പെടൽ ഈ വ്യക്തി സ്വയം വിളിച്ചു വരുത്തിയതായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഏതൊരവസ്ഥയിലും നിങ്ങളാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഓരോ കാര്യത്തെയും നേരിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും ഈ വ്യക്തി ഒരു നിമിഷം മറന്നുപോയി. ഇവിടെ തീർച്ചയായിട്ടും പണത്തിൻ്റെയും മറ്റ് പല ആവശ്യങ്ങളുടെയും ഭാഗമായി ഈ വ്യക്തി പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആ വിട്ടുവീഴ്ചകളിൽ ഒന്നാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധം. പക്ഷേ അത് ഏറ്റവും ജീവിതത്തിൽ ഈ വ്യക്തി ചെയ്ത ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ മറ്റാരുമായിട്ടും സംസാരിക്കാറില്ല, മറ്റാരുമായിട്ടും കൂട്ടുകൂടുന്നില്ല. ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരുമായി തന്നെ ഇപ്പോൾ ബന്ധം സ്ഥാപിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒറ്റപ്പെടുത്തിയത് ഈ വ്യക്തി സ്വയം തന്നെയാണ്. ഈ വ്യക്തി തന്നെയാണ് അങ്ങനത്തെ ഒരവസ്ഥ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ വളരെയധികം ഭയപ്പെട്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ. അതുപോലെ തന്നെ ഈ പേഴ്സണ് പലതരത്തിലുള്ള പേടി സ്വപ്നങ്ങളും, അതുപോലെ ഈ വ്യക്തി ഒരു നിമിഷം നിങ്ങളെ മറന്നുപോയതുപോലെ നിങ്ങൾ ഇവരെ മറന്നുകൊണ്ട് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഭയങ്ങൾ പോലും ഈ വ്യക്തിയെ തളർത്തുന്നുണ്ട്, അതും മാനസികവും ശാരീരികവുമായിട്ടുള്ള രീതിയിൽ തളർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള സ്വപ്നങ്ങളും ഈ വ്യക്തി കണ്ടിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം.
തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയവരോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചവരോ ഇന്ന് ഈ വ്യക്തിയുടെ കൂടെ ഇല്ല. ഇപ്പോൾ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് തള്ളിക്കളയേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയെ വിശ്വസിക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയമാണ്. കാരണം അത്രയും ഒരു തിരിച്ചടിയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് ഓരോ നിമിഷവും ഈ വ്യക്തി വരാൻ ശ്രമിക്കും തോറും അത്രയും അധികം തടസ്സങ്ങളും അത്രയും അധികം ബുദ്ധിമുട്ടേറിയ അവസ്ഥകളുമാണ് ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥകളെല്ലാം ഈ വ്യക്തി രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വ്യക്തിക്ക് അറിയാം ചെയ്തു പോയത് പാപമാണെന്നും തെറ്റാണെന്നും അതിന്റെ അനന്തരഫലം സ്വയം തന്നെ അനുഭവിച്ച് തീരണം എന്നുള്ള സത്യവും ഈ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് ആരോടും ഈ വ്യക്തി പരാതി പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിഷമിച്ച് പരാതികൾ പറയാനും കഥകൾ പറയാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ആരോട് പറഞ്ഞാലും ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ള സത്യം ഈ വ്യക്തിക്ക് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ കാലചക്രം വളരെയധികം പ്രതികൂല സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്തരം ഒരു വലയിലാണ് ഈ വ്യക്തി കുടുങ്ങിപ്പോയത്. വലയിൽ കുടുങ്ങിപ്പോയതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വില്ലൻ കഥാപാത്രത്തിൽ വന്നിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഈ ബന്ധം തന്നെ തകർത്ത് കളയുക എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരുടെ ലക്ഷ്യം. പക്ഷെ അത് മനസ്സിലാക്കാതെ ഈ വ്യക്തി ഒരു എന്താ പറയാ യാതൊരു തരത്തിലും ഈ വ്യക്തി എന്തൊക്കെയോ ഈ വ്യക്തി കാണിച്ചു കൂട്ടി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രപഞ്ച ശക്തി ഓരോ നിമിഷത്തിലും ഈ വ്യക്തിക്ക് ഓരോ അടയാളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണീരിന്റെ ഫലമായിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ വ്യക്തി ഒട്ടും തന്നെ ഊർജത്തിലല്ല ഇരിക്കുന്നത്. വളരെയധികം ലോ എനർജിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാനോ ഈ വ്യക്തിയെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനോ ആരും തന്നെ ഇല്ല എന്നുള്ളതും ഇവിടെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സങ്കടവും അല്ലെങ്കിൽ വിഷമവും വരുന്നുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിൽ പോലും മാറി നിൽക്കുകയാണ്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം അത്രയും മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വീണ്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഒരു ആഴം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം അത് ഈ വ്യക്തി ഒരിക്കലും മനസ്സിലാക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റപ്പെടലിലൂടെ ഈ വ്യക്തി പല സത്യങ്ങളും പല തിരിച്ചറിവുകളും മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇതാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന പ്രണയ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ ബന്ധങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ഇതാണ് ഈ വ്യക്തി ചോദിച്ചിട്ടുള്ളത്. നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ തെറ്റാണ് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകരുത് എന്നതാണ് ഈ പേഴ്സന്റെ അപേക്ഷ. എന്നോട് ക്ഷമിക്കുക, എനിക്ക് ചില തെറ്റുകൾ സംഭവിച്ചു. അതെ, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കാനാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരവസരം തരണം. അതെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രയും രീതിയിൽ മോശപ്പെട്ട രീതിയിലും അല്ലെങ്കിൽ അത്രയും മോശക്കേടിലേക്ക് ഈ വ്യക്തി നിങ്ങളെ വലിച്ചു കൊണ്ട് ഇട്ടു, ഒരു ചവിട്ടുകൊട്ടയിലിട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാനാണ് ഈ വ്യക്തി പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജ് നമ്മുടെ കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ അതിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ നമ്മൾ പുതിയതായി വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ട് വാട്സപ്പിൽ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് അംഗമാവാൻ സാധിക്കും. അതിലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ലവ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ തോതിലുള്ള റീഡിംഗ് ആണ്, പ്രണയ വായന ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതും ഫോളോ ചെയ്യണം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.